ഹായ് ഡിയേഴ്സ്, നമുക്ക് ആദ്യത്തെ പോലെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഡെയിലി വീഡിയോ ഇടാനൊന്നും പറ്റാറില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള റെസിപ്പീസൊക്കെ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്ന് നമ്മൾ നേന്ത്രപ്പഴവും സേമിയയും കൊണ്ട് ചെയ്യാവുന്ന ഒരു പലഹാരമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ കുറച്ച് നെയ്യ് ചൂടാക്കിയിട്ട് കാഷ്നട്ട്സും റൈസിൻസൊക്കെ ഒന്ന് വറുത്തെടുക്കുകയാണ്. നിങ്ങൾ വീഡിയോയിൽ ആദ്യം കണ്ട ആ ഒരു 2 നേന്ത്രപ്പഴവും പിന്നെ 1 കപ്പ് സേമിയാണ് കേട്ടോ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട്. അപ്പോൾ ആദ്യം ഇതാ കുറച്ച് അണ്ടിപ്പരിപ്പൊന്ന് മൂപ്പിച്ച് കോരിയെടുത്ത് മാറ്റി വെക്കുകയാണ്. ഇതിലേക്ക് തന്നെ കുറച്ച് റൈസിൻസ്, അതായത് ഉണക്കമുന്തിരി കൂടെ ചേർത്തിട്ട് അതും ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ ആദ്യം കാണിച്ച 2 നേന്ത്രപ്പഴമല്ലേ, അതും ഈ നെയ്യിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് അത്യാവശ്യം പഴുത്ത നേന്ത്രപ്പഴമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ജസ്റ്റ് ഒന്ന് നെയ്യിലിട്ട് ഇളക്കുമ്പോൾ തന്നെ അതൊന്ന് സോഫ്റ്റായിട്ട് വരും. അപ്പോൾ ആ സോഫ്റ്റായിട്ട് വരുന്ന സമയത്ത് കോരിയെടുത്ത് മാറ്റി വെക്കാം കേട്ടോ. അധികം പഴുക്കാത്ത പഴം ഇതുപോലുള്ള സ്നാക്സിലേക്ക് എടുക്കരുത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ചെറിയൊരു ചവർപ്പ് പോലെ ഉണ്ടാവും. അപ്പം നല്ല പഴുത്ത പഴം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. നല്ല കറുത്തു പോകണ്ട, നമ്മളിപ്പോൾ വീഡിയോയിൽ കാണിച്ച ആ ഒരു പാകത്തിനുള്ള പഴുപ്പ്. അപ്പോൾ പഴം ഒന്ന് വാട്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ പാനിലേക്ക് തന്നെ കുറച്ച് നെയ്യ് ചേർത്തിട്ട് അതിലേക്ക് 1 കപ്പ് സേമിയ ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സേമിയ ഓൾറെഡി വറുത്ത സേമിയാണ് കേട്ടോ, എന്നാലും ആ നെയ്യിൻ്റെ ഫ്ലേവർ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്നും കൂടെ വറുത്തെടുക്കുന്നത്. സേമിയ ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് ഒന്നങ്ങോട്ട് കളറൊക്കെ മാറി ഒന്ന് ക്രിസ്പി ആയിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് 4 ടീസ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. റവയും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സ്നാക്ക്, അതായത് ഈ ഒരു പലഹാരം കഴിക്കുന്ന സമയത്ത് ആ റവയും സേമിയയും ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഉണ്ടാവുക. റവ കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ വറുത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു സേമിയയിലേക്കും റവയിലേക്കും ആവശ്യത്തിനുള്ളൊരു 3 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് ഒന്നങ്ങോട്ട് ഇളക്കി കൊടുത്തിട്ട് 1 കപ്പ് പാല് കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ സേമിയ നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഈ സമയത്ത് പാല് ചേർക്കുമ്പോൾ സേമിയ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി പാലില്ലെങ്കിൽ വെള്ളം ചേർത്തിട്ട് വേവിച്ചാലും മതി കേട്ടോ. ചെറിയ തീയിലിട്ടിട്ട് വേണം അത് വേവിക്കാൻ. വളരെ ചെറിയ തീയിലിട്ട് വേവിക്കുമ്പോൾ ഈ 1 കപ്പ് പാലുകൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും കേട്ടോ. തീ കൂട്ടി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് പാലൊക്കെ വറ്റിപ്പോയിട്ട് വെന്ത് കിട്ടൂല. അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയത്ത് നമ്മൾ ഒരു ബൗളിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ നേന്ത്രപ്പഴവും ആദ്യം അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് കോരിയില്ല, അതൊക്കെ ഒരു ബൗളിൽ തന്നെയാണ് കേട്ടോ. കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒക്കെ ഒരു ബൗളിൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. നല്ലപോലെ ചൂടും ആറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിൽ 3 കോഴിമുട്ടയും 1 കപ്പ് പാലും 3 ഏലക്കയും പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് നമ്മളിവിടെ സേമിയയും ഇതൊക്കെ വാട്ടി വെച്ചില്ല, ആദ്യമൊക്കെ റെഡിയാക്കി വെച്ചില്ലേ, പഴം വാട്ടിയതും സേമിയ വേവിച്ചതൊക്കെ, അതൊക്കെ നല്ല പോലെ ഒന്ന് തണുത്ത് വന്നതിന് ശേഷം ഈ മുട്ടയുടെയും പാലിൻ്റെയും ആ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചിട്ട് കട്ടയൊന്നുമില്ലാതെ നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമ്മൾ ആ ഉണ്ടാക്കിയ പാനിൽ തന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോസ് പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് നെയ്യൊന്ന് പുരട്ടിയിട്ട് അതിലേക്ക് ഈ കൂട്ടൊഴിച്ചിട്ട് ചെറിയ തീയിലിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ പാനിൻ്റെ സൈഡിലും ഈ ഒരു നെയ്യോ അല്ലെങ്കിൽ എണ്ണ തേച്ച് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ മുകളിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ചെറിയ തീയിലേക്ക് മാറ്റിയിട്ട് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ അടിഭാഗം കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അടിയിൽ ഒരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഇതുപോലെ ഒരു തവ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയൊരു 30 മിനിറ്റ്, അതായത് ഒരു അരമണിക്കൂർ ചെറിയ തീയിൽ വെക്കുക, വളരെ ചെറിയ തീയിൽ. ഈ പാന് വെച്ച ഉടനെ തന്നെ 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇടാം കേട്ടോ, പെട്ടെന്നൊന്ന് ചൂടായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ചെറിയ തീയിലാണെങ്കിൽ കുറേ സമയം എടുക്കും ചൂടാവാൻ. അപ്പോൾ ആദ്യം 1 മിനിറ്റ് നല്ല പോലെ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് പിന്നെ ഒരു 30 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. 30 മിനിറ്റ് ആയപ്പോൾ ഇത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ മുകൾ ഭാഗം വെന്തിട്ടില്ല എന്നൊക്കെ തോന്നും, പക്ഷെ തൊട്ട് നോക്കിയാൽ മതി കേട്ടോ, അപ്പോൾ വെന്തിട്ടുണ്ടാവും. പിന്നെ ഉള്ളിൽ വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടൊരു സ്ക്യൂർ വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയിട്ടുണ്ട്. എന്നിട്ട് തണുത്തതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. തണുക്കാതെ മാറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിപ്പോകും. അത്രയും സോഫ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കാം, നിങ്ങൾക്ക് ഇഷ്ടമാവും. കൂടുതൽ വീഡിയോസിനായിട്ടൊന്ന് ഫോളോ ചെയ്യാം.